സുമേഷ് പിഷാരടിയോടാ കളി. മറക്കണ്ട, പാലക്കാടിലെ MLA യോട്. പാലക്കാടൻ തമ്പുരാൻ. ഞങ്ങളും കൂടട്ടെ കളിക്ക്. വാവിട്ട വാക്ക്, കൈവിട്ട ആയുധം രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം. പശു 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 ഏച്ചി, എൻ്റെ പശുവിന് കണ്ടി നിങ്ങൾ കണ്ടില്ല? ഇവിടെ പോയി പശു പശു. അത് പശുവില്ലടോ, പിഷുവാ, പിഷാരടി. പിശു? പാലക്കാടിലെ പുതിയ സ്ഥാനാർത്ഥി സുമേഷ് പിഷാരടി. കണ്ടപ്പോഴേ തോന്നി ആള് തരികിടിയാണെന്ന്. വന്ന ആദ്യത്തെ 2 ദിവസമോ ചന്ദനക്കുറിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇസാക്കിനെ പ്രഖ്യാപിച്ച ശേഷം ഓന്റെ ചന്ദനക്കുറിയെല്ലാം മാഞ്ഞ്. എന്താ ഓന്റെ അഭിനയം അല്ലേ? ഗൂഗിൾ സെർച്ചിൽ ഇപ്പൊ ഇവനല്ലേ നമ്പർ 1. അതെ, മൊത്തത്തിലൊരു തോമസ് ടൈം. വല്ലപ്പോഴും വരുന്ന MLA വേണോ, അതോ എന്നെ പോലെ ഈ നാട്ടിൽ തന്നെയുള്ള MLA വേണമെന്ന് നാട്ടുകാർ തന്നെ തീരുമാനിക്കട്ടെ. നിങ്ങൾ തമ്മിൽ തല്ലിയൊരു കാര്യമില്ല. ഈ സീറ്റ് നമ്മളെ രേഖിച്ചതിനെ കൊണ്ടുപോകും. ചേട്ടാ വോട്ട് നമുക്ക് തന്നെയല്ലേ? അല്ലെങ്കിലും എല്ലാ കുങ്ങൾക്ക് തന്നെയല്ലേ ഞാൻ വോട്ട് തരുത്ത്. അല്ല, അത് നമുക്കറിയാം. എന്നാലും നമ്മളെ വന്നത് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ ജയിച്ചാല് മമ്മൂട്ടിനെ കൊണ്ടുവരുന്നത് സത്യം തന്നെയാണോ? അത് വയനാട്ടിലെ കല്ലുപോലെ ആകുമോ? വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാ ഈ പിഷു. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഒന്നും കാണാണ്ട് പട്ടറ് വെള്ളത്തിൽ ചാടുകയില്ല, നമുക്കറിയാം കേട്ടോ. മനസ്സിലായില്ല? ഒന്നും കാണാണ്ട് മമ്മൂട്ടി നിങ്ങളെ കൂട്ടി നടക്കുകയില്ലല്ലോ. ഓ, അങ്ങനെ. നിനക്കൊന്നും അറിയില്ല, കാരണം നീ കുട്ടിയാണ്. പശു പശു പശു. ഒരിക്കലും ഈ മുറ്റത്ത് വന്നവനവൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രചരണത്തിന് എന്റെ ദയയിറക്കാൻ ഇനിയും വരും. ജിന്നുകൾ അവനെ ഈ മുറ്റത്ത് കൊണ്ടുവരും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞാൽ തെറ്റാറില്ല. ഇസഹാക്കെ, പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പണ്ട് പല പാർട്ടിക്കാർക്ക് വേണ്ടി പ്രചരണത്തിന് വന്നത് ഇപ്പൊ ഇതുപോലെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാനായിരുന്നു അല്ലേ? ജയിക്കാനായി നീ ഉയർത്തി കൂടി നീയായിട്ട് അയക്കുന്നോ അതോ ഞങ്ങൾ അയക്കണോ? കോമഡി പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന കള്ള പരീക്ഷ. ഞാൻ വന്നത് പാലക്കാടിലെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ്. ഇത്രയും കാലത്തെ അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത്. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണല്ലേ? സ്ഥാനാർത്ഥിയായി നിന്നാൽ ജയിക്കണം, ജയിച്ചേ തീരൂ. പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും നിനക്കറിയാമെന്ന് സംഭവിക്കില്ലെന്ന്. അപ്പൊ നീ അടവ് മാറ്റി അപേക്ഷ എന്ന പുതിയ ഭാഷയുമായി വന്നിരിക്കുകയാണല്ലേ? ഇക്ക എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ മറ്റു പലതും വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. താൻ ആരാണോ? മുഖ്യമന്ത്രിയോ? നിന്റെ ഈ തരികിട നമ്പറുകളൊക്കെ ചെലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. മോനെ, ഇതാള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. പക്ഷെ മറക്കണ്ട, എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ 8 നിലയിൽ പൊട്ടിച്ചിട്ടേ ഞാൻ ഈ മണ്ഡലം വിട്ടു പോകും. അവസാനം ഞങ്ങളിനെ ജയിക്കും. അതിനുള്ള ട്രിക്കൊക്കെ ഞങ്ങൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിച്ചു കൊല്ലടാ ഇവനെ. താനെന്താട്ടോ പരുതുന്നേ? അതെടുത്തടിക്ക്. വാവിട്ട വാക്ക്, കൈവിട്ട ആയുധം രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. കൗണ്ടർ അടിക്കലല്ല ഒരു നല്ല രാഷ്ട്രീയ നേതാവിന്റെ ഗുണം. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം, അവർക്ക് വേണ്ടി ഇടപെടലുകൾ നടത്തണം. ജനങ്ങളുടെ അങ്ങേറിൽ എത്ര നല്ല നേതാക്കന്മാരുണ്ട്. ഈ കോമാളി വേഷം കെട്ടി നമുക്ക് ഇവനൊക്കെ ആരാ സ്ഥാനാർത്ഥിയാക്കിയത്? ഓ, നിങ്ങളൊക്കെ കൊണ്ടുവന്ന സൂപ്പർ സ്റ്റാറുകളെയാണല്ലോ. അല്ല, ഇതൊക്കെ പറയാ നിങ്ങളാരാ? ഞാൻ തോമ. ഏത് ആട് തോമയോ? അല്ലടാ, സൗണ്ട് തോന്നാ. ആ, സൗണ്ട് തോന്നാ. എനിക്കറിയാം. കണ്ടാ ഞാനൊരു സുന്ദരനാ, നാട്ടിലെ കിന്നര കോമളനാ, വീരനാ വീരനാ വീരനാ. നോർത്ത് ഇന്ത്യയിലെ പിള്ളേര് ഐഫോണിൽ സിനിമ അടിക്കാൻ തുടങ്ങി. ഇനി സിനിമയിലൊന്നും സ്കോപ്പില്ലെന്ന് പറഞ്ഞപ്പോ മെല്ലെ കളമാരച്ചവിട്ടി. അല്ലാണ്ട് നാടിനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ട് അയാള് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയേ? ഇവൻ ഒരു കോമാളി. താങ്കൾ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു സീനിയർ നേതാവാണ്. താങ്കളോട് ഞാനൊന്നും പറയാനില്ല. പിന്നെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഞാൻ ഒരുപാട് കോമാളി വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഭാര്യയും മക്കളെയും അമേരിക്കയിൽ നിർത്തിയിട്ട് സാമ്രാജ്യത്വത്തിനെതിരെ പ്രസംഗിക്കുന്ന ഒരാളല്ല ഞാൻ. പിന്നെ സമരം ചെയ്താൽ സംസ്കാരം കിട്ടൂല. തുണി കൊടുക്കുക സംസ്കാരമാണെങ്കിൽ
അത് നമ്മൾ സമരം ചെയ്ത് നേടിയാടോ. വിദ്യാഭ്യാസം നേടുന്നത് സംസ്കാരമാണെങ്കിൽ അതും സമരം ചെയ്ത് നേടിയതാ. അത് മാത്രമല്ല, ദൈവത്തെ ആരാധിക്കുന്നത് സംസ്കാരമാണെങ്കിൽ അതും നമ്മൾ സമരം ചെയ്ത് നേടിയാടോ. കോമാളി. മതി മതി, ഇവിടെ സംഭവമൊക്കെ ശരിയാ. നിങ്ങൾ അയാൾ കോമഡി വിളിച്ചാൽ മോശമായിപ്പോയി. അതെയാ? ആ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പാർട്ടിയിൽ എത്ര കോമഡികളുണ്ട്, നിങ്ങളൊരു മാപ്പ് കണ്ടിട്ടുവാ. പറയണം. ശരി, ഓടിവാടാ മക്കളെ, ഓടിവാ, ഓടിവായോ. ഞങ്ങളിത് വഴിപോകാൻ വന്നവരാ. കുറച്ചുകൂടി നെഞ്ചുറപ്പുള്ള ആരെങ്കിലും വിളിച്ച് കൂടെ നിർത്ത്. വിഷുവിന് നേർക്ക് നേരെ തല്ലുന്ന ആണുങ്ങളോടോ ഇഷ്ടം? എനിക്ക് അതാ ഇഷ്ടം. പക്ഷെ എന്താ ചെയ്യാ, ആരുമില്ല കൂടെ. സുമേഷ് പിഷാരടിയോടാ കളി, മറക്കണ്ട. പാലക്കാടിലെ MLA-യോട്. പാലക്കാടൻ തമ്പുരാൻ. ജയമാർക്കാണെന്ന് നമുക്ക് കണ്ടറിയാം, സാമദ്രോഹികളെ. എന്റെ വീട്ടിൽ വന്ന് എന്നെ അപമാനിച്ചു പോയിട്ട് ഇവിടെ ആരുമില്ലടാ ചോദിക്കാൻ. വിളിക്കടാ അവളെ. അവളാ? ആ രേഖ, നീ വന്നു. ഇനി എന്താ വേണ്ടെന്ന് ഞമ്മക്ക് നല്ല നിശ്ചയുണ്ട്. കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വിഷുവിന്റെ കളി ഇത്തിരി കൂടുന്നുണ്ട്. നിങ്ങൾക്കും വിജയസാധ്യതയുള്ള മണ്ഡലമാണിത്. എന്റെ കൂടെയുള്ള ചപ്പന്മാര് പോരാന്ന് തോന്നിയിട്ടാ നിങ്ങളെ ഞാൻ വിളിച്ചു വരുത്തിയത്. നമ്മൾ ഒന്നിച്ചു നിന്നാൽ അവനെ തോൽപ്പിച്ച് തുന്നം പാടിക്കാം. അവനെ ഒന്ന് കാണാൻ തന്നെ ഞാൻ വന്നത്. എന്നാ ഇനി വൈകണ്ട രേഖ, തോൽപ്പിച്ച് നാണം കിട്ടണം. ലഡായി ബംഗ്ലാവിലേക്ക് എന്നെ അവനെ ഓടിക്കണം. നിങ്ങൾ തന്നെയാണ് അവനുള്ള പ്രതിനിധി. അല്ല റാഫിക, നമ്മളോട് ചിരിച്ച് കാണിക്കുന്നവർക്ക് നമുക്ക് വോട്ട് ചെയ്യുമോ? സത്യത്തിൽ ഇവരാണ് യഥാർത്ഥ അവസരവാദികൾ. നമ്മളോട് ചിരിച്ച് കാണിക്കും, ബൂത്ത് കയറി മറ്റുള്ളവർക്ക് വോട്ടും ചെയ്യും. എന്തായാലും ഫേസ്ബുക്കിലെ കമന്റിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഇനി ശരിക്കും അങ്ങോട്ട് വിജയിച്ചാൽ മതിയായിരുന്നു. എടോ, കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നമ്മളെ മണ്ഡലല്ലേ? അത് ശരിയാ. അല്ല, ഏതോ മണ്ഡലത്തിൽ കിടക്കുന്ന ഗോവിന്ദ മാറാറുണ്ടല്ലോ, നമ്മളെ സ്ഥാനാർത്ഥി പിശുവിന്റെ യോഗ്യതയെ പറ്റി പറയുന്നത്. സ്ഥാനാർത്ഥിയായിട്ട് കൊലക്കേസ് പ്രതികൾ വരെ മത്സരിക്കുന്നുണ്ട്. അന്നേരം അവൻ്റെ ഒരു യോഗ്യത. ഗോവിന്ദ മാറാർ തോറ്റാല് ആദ്യം കുറ്റം പറയുന്നത് വട്ടക്സ് അഭിനയിക്കൂ. എന്താ അങ്ങനെ? എടോ, അത് തോറ്റാൽ ആരുടെയെങ്കിലും തലക്ക് കെട്ടിക്കുന്ന സ്ഥിരം പരിപാടിയാണ്. എടോ, മത്സരിക്കുന്ന എല്ലാവരും ജയിക്കണമെന്നില്ലല്ലോ. ഓനോട് നിങ്ങൾ ആദ്യം പറഞ്ഞേക്ക് ഇത് ബിഗ് ലോസ് അല്ലാന്ന്. മോനെ റാഫി, എന്ത് ചൂടാടോ ഇത്. നമ്മളെ സിനിമയാണെങ്കിലേ ഷൂട്ടിങ് കഴിഞ്ഞാൽ കേരവലിലെ കാര്യം തണുപ്പത്ത് കുത്തിരിക്കാം. ഇതെന്നെ കൊണ്ട് പറ്റും തോന്നില്ല കേട്ടോ. ഏതായാലും ഇറങ്ങിയില്ല, നമുക്ക് എവിടെയും കൂടി ഒന്ന് കയറി വോട്ട് വെച്ചിട്ട് പോവാം. കുറച്ച് ദിവസം വെയിൽ കൊണ്ടാലും ഒരു 5 വർഷത്തേക്ക് നമുക്ക് കേരവലിൽ AC കുത്തിരിക്കാലോ. മോനെ റാഫി, പല കാര്യങ്ങളും നിങ്ങൾക്കാണ് എക്സ്പീരിയൻസ് എനിക്കറിയാം. കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. മോനെ കുക്കുടു, ആരുമില്ലേ? ഷെയ്ക്കിട്ടതാ, അച്ഛനെ വിളിക്കും. മോനെ അച്ഛനെ വിളിക്കാൻ പറഞ്ഞ കുട്ടികൾ അമ്മയെ വിളിക്കും. പാവങ്ങൾ. ഞങ്ങൾ വോട്ട് ചോദിക്കാൻ വന്നാ, ഇക്കുറി വോട്ട് ഞങ്ങൾക്ക് തന്നെയല്ലേ? അതൊന്ന് ചോദ്യമാണോ? എല്ലാ പ്രാവശ്യവും നമുക്ക് തന്നെ തരാറ് അല്ലേ ചേച്ചി? അതെന്ത് പറയാനാ. താങ്ക് യു ചേച്ചി. ഞാൻ കുട്ടിയോട് കളിക്കട്ടെ. മോനെ, മാമനെ കൂട്ടോ കളിക്കാനേ. മാമ കളിക്കട്ടെ. എങ്കിട്ട് കുജാരോ അങ്ങോട്ട് കുജാരോ എങ്ങോട്ട് കുജാരോ ഞാൻ തന്നെ ജയിക്കും. ഭാവിയിൽ എനിക്ക് കിട്ടുന്ന വോട്ടുകളാ. ഞങ്ങളും കൂടട്ടെ കളിക്ക്. ചുമ്മാ, ഇത് കുട്ടികളുടെ കളിയാണ്. ആയിക്കോട്ടെ, കളിക്കുന്നത് നമ്മൾ രണ്ടുപേരും ആണെങ്കിലേ കളി വലിയവരുടേതായില്ലേ? ആവും, പക്ഷേ ഇവിടെ വെച്ച് തന്നെ വേണോ? വേണ്ട, ഈ പൊടിക്കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് അതൊരു സുഖമില്ല. എൻ്റെ സമ്പ്രദായം അതല്ല. നിങ്ങളുടെ സമ്പ്രദായ പ്രകാരം എവിടാ സ്ഥലം? ഞാൻ അങ്ങോട്ട് വരാം. മെയ് 4 റിസൾട്ട് വന്നിട്ട് 10 ആള് കൂടുന്നതിന്റെ നടുവിൽ കിട്ടണം നിന്നെ. അത് തന്നെ, അപ്പ കാണാൻ കളി. കിട്ടിയാൽ നിങ്ങൾ എന്നെ ഒലത്തുവോ? നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടു, നിങ്ങളുടെ വരവും പ്രതീക്ഷിച്ചു. മെയ് 4 പോയി കാഴ്ചക്കാരെ കൂട്ട് ഞാൻ എത്താം. എൻ്റെ പേര് സുമേഷ് പിഷാരടി എന്നാണ്.
ഞാൻ എത്തും എന്ന് പറഞ്ഞ എത്തും. വടാ.